നമസ്കാരം, എല്ലാവർക്കും യൂണിവേഴ്സൽ ഓറയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി എങ്ങനെ, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മളെ എങ്ങനെ സംരക്ഷിക്കാം, അതിനുള്ള കുറച്ച് ഫെങ്ഷി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൊരു ടിപ്സും വീഡിയോയും കാര്യങ്ങളാണ്. പക്ഷേ ഇതിന് കുറച്ചുകൂടെ ഒരു പവർഫുൾ ടെക്നിക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പെന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലെൻസിങ് ഏജന്റ് കൂടിയാണ്. ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. അപ്പോൾ ആ ഉപ്പ് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു ടിപ്പുമായിട്ടാണ് നമ്മുടെ വീഡിയോ എന്നുള്ളത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു കാരണമില്ലാതെ നമുക്കൊരു ഭാരം തോന്നുക, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർ തന്നെയല്ല, നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നവരാണ്, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ, എന്തൊക്കെയോ ഒരു ഭാരം തോന്നുന്ന ഒരു അവസ്ഥ. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടിപ്പുകൾ പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മനസ്സിന് ഒരു അസ്വസ്ഥത തോന്നുക, ചിലപ്പോൾ നമുക്ക് ഉറക്കം ശരിയാകാതിരിക്കുക, വീട്ടിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുക, ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ എനർജി ഇംബാലൻസ് മൂലമാണ്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജീനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫെങ്ഷോയി പ്രകാരം നമ്മുടെ വീടിൻ്റെ എനർജി ബാലൻസ് അത് വളരെ പ്രധാനമാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറയുന്നത് ബ്ലാക്ക് സോൾട്ട് അല്ലെങ്കിൽ റോക്ക് സോൾട്ട്, ഈ രണ്ട് ടൈപ്പ് ഓഫ് സോൾട്ട് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നെഗറ്റീവ് എനർജി കുറയ്ക്കാം എന്നുള്ള കാര്യമാണ്. അപ്പം ആദ്യം എന്താണ് നമുക്കൊരു ബ്ലാക്ക് സോൾട്ട്, അത് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഇതിനായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഓൾറെഡി ഉള്ള കല്ലുപ്പ് എടുക്കുക. ആ കല്ലുപ്പിനെ നമ്മൾ റോക്ക് സോൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ കല്ലുപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കരിയുടെ പൊടി ഉണ്ടാവുമല്ലോ, ആ കരി ആഡ് ചെയ്യുക. കരി ആഡ് ചെയ്യുന്നത് കൂടാതെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ ബ്ലാക്ക് സോൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ബ്ലാക്ക് സോൾട്ട് ഫെങ്ഷോയി പ്രകാരം വളരെ ശക്തമായ ഒരു എനർജി അബ്സോർബർ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പം നോർമലി നമ്മളൊരു സോൾട്ട് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും വളരെ പവർഫുള്ളാണ് ഈ ബ്ലാക്ക് സോൾട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾ ഈ ബ്ലാക്ക് സോൾട്ട് നിർമ്മിച്ചിട്ട് അതൊരു ചെറിയ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൗളിലോ, സെറാമിക് ബൗളിലോ എന്തെങ്കിലും ഒരു ബൗളിൽ ഇത് നിറച്ചിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിവിങ് റൂമിലാണ് അങ്ങനെ ഒരു ഇംബാലൻസ് തോന്നുന്നുണ്ടെങ്കിൽ ആ ലിവിങ് റൂമിൻ്റെ 4 കോണുകളിലായിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. അത് ഏതെങ്കിലും ബൗളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൗച്ചിലോ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് വീട്ടിലെ നെഗറ്റീവ് എനർജി ആഗീകരണം ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യം ഒരു തവണ ചെയ്തതിന് ശേഷം 1 മാസത്തിന് ശേഷം വീണ്ടും ആ ഉപ്പ് പുതിയതായിട്ട് മാറ്റി വെക്കണം. പിന്നെ രണ്ടാമത് പറയുന്ന ഒരു ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ജൂട്ടിൻ്റെ ഒരു ബാഗ് നിങ്ങൾ മേടിക്കുക. അത് നമ്മുടെ ആമസോണിലൊക്കെ കിട്ടുന്ന ഒരു ബാഗാണ്, ജൂട്ടിൻ്റെ ബാഗ്. അത് വളരെ ചെറിയൊരു പൗച്ചാണ്, വളരെ വിലക്കുറവിൽ നമുക്കത് ലഭിക്കും. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബ്ലാക്ക് സോൾട്ട് നിറച്ചിട്ട് അത് നമ്മുടെ ബെഡ് സൈഡ് ടേബിളിൽ വെക്കുക. അപ്പം പെട്ടെന്ന് ആരും അത് ഫൈൻഡ് ഔട്ട് ചെയ്യത്തില്ല. പിന്നെ ചില വീടുകളിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉറക്കം കിട്ടാത്തൊരവസ്ഥയുണ്ട്. ചിലപ്പോൾ അവരൊറ്റയ്ക്കൊക്കെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറക്കം വരുന്നില്ല, പേടിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നു. അങ്ങനെ നെഗറ്റീവ് എനർജിയൊക്കെ അവരുടെ കേസുകളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുടെ റൂമിലും ഇത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ആ നെഗറ്റീവ് എനർജി വരാതിരിക്കാൻ, തൊട്ടിൽ കിടക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ തൊട്ടിലിൻ്റെ സൈഡിൽ ഇത് കെട്ടിയിടാം. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബെഡ് സൈഡ് ടേബിളിൽ നിങ്ങൾക്കിത് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പില്ലോയുടെ അടിയിൽ വെക്കാം. അപ്പോൾ ഈ ജൂട്ട് ബാഗിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ കാറുകളിൽ, നമ്മുടെ കാറിനുള്ളിൽ അല്ലെങ്കിൽ വാഹനങ്ങളിലുള്ളിലും ഇത് വെക്കുന്നത് നല്ലതാണ്. അപ്പം രാത്രി ഉറക്കം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. അത് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതൊരു മനസ്സിനൊരു സമാധാനം നൽകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടെക്നിക്കാണ്, ഇങ്ങനെ നമ്മൾ ബ്ലാക്ക് സോൾട്ട് നിർമ്മിക്കുമല്ലോ, അങ്ങനെ നിർമ്മിച്ച ബ്ലാക്ക് സോൾട്ടിലേക്ക് ഒരു 2-3 ഗ്രാമ്പു ക്ലൗ എന്ന് പറയും, അത് ചേർത്താൽ കുറച്ചുകൂടെ നമ്മുടെ മുറിയിൽ കുറച്ചുകൂടി ഒരു
എന്താ പറയുക, ഒരു സ്മെല്ല് കിട്ടും, ഒരു സുഗന്ധം കിട്ടും. അത് ഈ പറയുന്ന നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാനും ഒരു പോസിറ്റീവ് വൈബ് ആ സ്മെല്ല് നമുക്ക് കൊണ്ടുവരും. അപ്പോൾ ഗ്രാമ്പൂ എന്ന് പറയുന്ന വസ്തു, അതിൻ്റെ ഒരു സുഗന്ധം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ഇനി നമുക്ക് പറയാം, ഇത് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്ത ഒരു ടിപ്പായിരുന്നു, നമ്മുടെ റോക്ക് സോൾട്ട് എന്ന് പറഞ്ഞാൽ കല്ലുപ്പ്. നമ്മൾ വീട് ആഴ്ചയിൽ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ തുടയ്ക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഡെയിലി തുടയ്ക്കുന്നവരായിരിക്കാം. അങ്ങനെ മോപ്പ് ചെയ്യുന്ന സമയത്ത് അതിനുപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് കലക്കുക. ആ കല്ലുപ്പ് ഉപയോഗിച്ച് വീട്ടിലെ നിലം തുടയ്ക്കുക. അപ്പോൾ ആ വീട്ടിൽ ഉള്ള നെഗറ്റീവ് എനർജി അതിനെ റിമൂവ് ചെയ്ത് ആ വീടിനുള്ളിൽ ഒരു ഫ്രഷ് ഫീല് നൽകാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ രാവിലെ കുളിക്കുമ്പോൾ ആ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു ചെറിയ സ്പൂൺ കല്ലുപ്പ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ബ്ലാക്ക് സോൾട്ട് ഉണ്ടല്ലോ, അതും ചേർത്താൽ, അത് ചേർത്ത് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ക്ഷീണം കുറയാനും മനസ്സിനൊരു ഒരു ആശ്വാസം ലഭിക്കാനും ഒക്കെ, ഉന്മേഷമൊക്കെ ലഭിച്ച് നമുക്ക് ആ ഡേ നല്ല രസമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. ഡീക്ലട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവരായിരിക്കാം. അപ്പോൾ വീട് വളരെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ തിരിച്ചു കയറി വരുന്നതെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ എന്തൊക്കെയോ നെഗറ്റീവ് എനർജി ആയിട്ടായിരിക്കാം വരിക. പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു പോസിറ്റീവ് ഇല്ലായ്മ, ഈ പറയുന്ന വസ്തുക്കളെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളത് വീട്ടിൽ അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ, നമ്മളിപ്പം പിന്നീട് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുള്ള കുറേ അധികം സാധനങ്ങളുണ്ടാവും, കളയാതെ വെച്ചിട്ടുള്ളതുണ്ടാവും, അത് ആദ്യം റിമൂവ് ചെയ്യാമെന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം എനർജി ഫ്ലോ നമ്മുടെ വീട്ടിലേക്ക്, പോസിറ്റീവായിട്ടുള്ള എനർജി ഫ്ലോ കയറും. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി കുറയും. അപ്പം അതിനാൽ പഴയതും നമ്മൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മുറിയിലാണെങ്കിൽ തന്നെ നിങ്ങൾ ഡെയിലി ഒന്ന് വൃത്തിയാക്കി നോക്കൂ. വൃത്തിയാക്കി ആ ഒരു മുറി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു നെഗറ്റീവ് എനർജി കുറേയധികം റിമൂവ് ആയി പോകുന്നത് കാണാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, നമ്മളൊന്ന് ജസ്റ്റ് മനസ്സ് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും നമ്മൾ വന്ന് കയറുന്നത്. ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലായിരിക്കും. ആ ഒരു എനർജിയിൽ നിന്നൊക്കെ മാറ്റി നമ്മളെ കുറച്ചുകൂടി ഒരു ഉന്മേഷമാക്കി കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ചധികം ടിപ്സുകളാണ്. ഇനി നമ്മുടെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് എയർ കയറ്റാൻ ശ്രമിക്കുക. അതിപ്പം സൂര്യപ്രകാശമാണെങ്കിലും കുറച്ച് എയർ ആണെന്നുണ്ടെങ്കിലും കയറുന്നതിൽ നമ്മുടെ എനർജി ഫ്ലോ അത് മാറ്റാനായിട്ട് സഹായിക്കും. അപ്പോൾ പ്രതിദിനം നമ്മൾ കുറച്ച് സമയം ജനലുകൾ തുറന്നിടുക, ശുദ്ധമായ വായു നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഒരു എനർജി മാറ്റത്തിന് സഹായിക്കും. അതുപോലെ തന്നെ സൂര്യപ്രകാശം വീട്ടിൽ കയറുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ സൺലൈറ്റ് വീടിൻ്റെ അന്തരീക്ഷം പ്രകാശമാക്കാനും മനസ്സിനെ സന്തോഷമാക്കാനും സാധിക്കുമെന്നാണ് പറയുക. പിന്നെ അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇൻഡോർ പ്ലാന്റ്സ് നിങ്ങൾക്കറിയാം, നമ്മുടെ വീടിനുള്ളിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. ഇവന്മാർ നമുക്കൊരു പോസിറ്റീവ് എനർജി കൊണ്ടുതരുന്നതാണ്. അതുകൂടാതെ നമ്മുടെ വീടിൻ്റെ എനർജി ബാലൻസ് ചെയ്യുന്നതിനും മെച്ചപ്പെടുത്താനും ഫെങ്ഷോയ് പ്രകാരം സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം നിങ്ങൾക്കറിയാം, ഓൾറെഡി ഇൻഡോർ പ്ലാന്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നെ ചെയ്താൽ തന്നെ നമ്മുടെ വീട് നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനുള്ളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളെല്ലാം കുറച്ച് ഇനി ഉന്മേഷത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരത്തിലുള്ള ടിപ്സുകൾക്കായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.